വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. ഇന്ന് നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എഴുതിയത് തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ദ 11th പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ കഥയുടെ ചെറിയൊരു സമ്മറി പറഞ്ഞുതരാം. ഒരു ദിവസം APJ അബ്ദുൽ കലാം ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് പോയി, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അവിടെ ഏകദേശം 5000 കുട്ടികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ടോപ്പിക്ക് ദ സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അപ്പോൾ APJ അബ്ദുൽ കലാം 12 കുട്ടികളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. അതിൽ ഒരു കുട്ടി അബ്ദുൽ കലാമിനോട് ചോദിച്ച ചോദ്യമാണ്, അതിൻ്റെ ഉത്തരവുമാണ് ഈ പാഠത്തിൽ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ്. അപ്പം റിവ്യൂ ഓഫ് ദ സ്റ്റോറി. ഇപ്പം ദ ചേഞ്ചസ് ഹാപ്പൻ ടു ദ ബോയ് ആഫ്റ്റർ ദ സ്പീച്ച് ഓഫ് APJ അബ്ദുൽ കലാം എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനും എഴുതണം, അബ്ദുൽ കലാമിന് ആൻസർ എഴുതണം. അതൊരു പോയമാണ്. പോയം നമ്മൾ പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. ക്വസ്റ്റ്യൻ ഇതാണ്: സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. I am nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education during all these years. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Please tell me. I want to become a marine engineer. I want to travel in a ship. I want to be a captain of the ship. I want to build the engine of the ship. Shall I be able to do this, sir? How can I achieve this mission? What should I do? അബ്ദുൽ കലാം ഇന്നേ വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു ചോദ്യമായിരുന്നു അത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും APJ അബ്ദുൽ കലാമിനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു, എപ്പോഴാണോ ആ കുട്ടി അവൻ്റെ ചോദ്യം നിർത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ അബ്ദുൽ കലാം പണ്ട് ഒരു ഏൻഷ്യൻ പോയം റിസൈറ്റ് ചെയ്തു, വളരെ പുരാതനമായൊരു പോയം, ഐ വിൽ ഫ്ലൈ. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. So I am not meant for crawling. I have wings. I'll fly, I'll fly and fly. ഇതാണ് അബ്ദുൽ കലാമിൻ്റെ പോയം. അപ്പം അബ്ദുൽ കലാം പറയുന്നത് എവറി യൂത്ത് വോണ്ട് ടു ബി യുണീക്ക്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ബിഫോർ യു എന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദ ചാലഞ്ച് is that you have to fight the hardest battle which any human being can ever imagine and never stop fighting until you arrive at your destined place, like destination. That is a unique you. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അംബീഷൻ ഉണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടി ഇന്നേ വരെ ആരും കാണാത്ത രീതിയിൽ അത്രമാത്രം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നേടിയെടുത്തിരിക്കണം. സംടൈംസ് അത് നമുക്ക് അത് ഇമ്പോസിബിളാണ് എന്ന് തോന്നിയേക്കാം, പക്ഷേ വി ഷുഡ് ഡു ഇറ്റ്. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്പർ 1: യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിങ് അബ്രോഡ്. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട്. ഇപ്പം ഒരു ഇമെയിലാണ് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ: imagine that you get an opportunity to address class 10 students before their public examination. On the basis of Dr. Kalam's message, prepare a speech to motivate and prepare them for the examination. അപ്പം ഇമെയിൽ ചോദിക്കാം, സ്പീച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡയറി ചോദിക്കാം. ഡയറി എൻട്രി എന്ന് പറയുമ്പം ഇതേപോലെ ഒരു ഫ്രണ്ട് എബ്രോഡാണ് താമസിക്കുന്നത്, അവനൊരു ലെറ്റർ എഴുതുക. ഇനി ഒരു സ്പീച്ചാണ് അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു മെസ്സേജ് കേട്ടതിന് ശേഷം യു ആർ ഇൻസ്പയർഡ്. നീ പോയി ക്ലാസ്സിൽ സ്പീച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, യു ഷുഡ് ഹാവ് എ സല്യൂട്ടേഷൻ.
ഗുഡ് മോർണിംഗ് ടു വൺ ഓൾ പ്രസൻറ്റ് ഹിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സല്യൂട്ടേഷൻ വെച്ച് തുടങ്ങുക. ഇനി ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദ ഒക്കേഷൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ഓൺ ദ ടോപ്പിക് എന്നും പറഞ്ഞ ആ ടോപ്പിക്കിൻ്റെ നെയിം എഴുതി വയ്ക്കാം. ഇതെല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ പരീക്ഷയാകുമ്പോൾ പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു സോഷ്യൽ ഇവൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ സ്പീച്ചിൻ്റെ ഇടയ്ക്ക് ഇത് ആഡ് ചെയ്യും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് എന്ന് പറയും. അടുത്ത സെൻറ്റൻസ് ലാസ്റ്റ് എൻഡിങ്ങിൽ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് എന്നും പറഞ്ഞ് ടോപ്പിക് ഒരു ലേറ്റ് ആയിട്ട് എന്തെങ്കിലും എഴുതണം. ദെൻ ലാസ്റ്റ് താങ്ക് യു. ഇനി ഇമെയിൽ ആണെങ്കിൽ ഫ്രം ടു BCC CC എന്നൊക്കെ പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഡിയർ ഫ്രണ്ടോ ഡിയർ ഫ്രണ്ടിൻ്റെ നെയിം. ദെൻ ഐ എം സെൻഡിങ് ദിസ് ഇമെയിൽ, ഞാൻ നിനക്ക് ഈ പറയുന്ന മെയിൽ സെൻഡ് ചെയ്യുന്നത്, എൻ്റെ ബെസ്റ്റ് വിഷസ് ഞാൻ അറിയിക്കുന്നു, ലാസ്റ്റ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇതെല്ലാം ഇമെയിലിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഡയറി എൻട്രി ആണെങ്കിൽ ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഡയറി എൻട്രി എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് എഴുതാം ടൈം, ഡേറ്റ്. ഈ ഒരു ഡയറി എൻട്രിയുടെ പ്രത്യേകത നമുക്ക് നമ്മുടേതായൊരു പേഴ്സണൽ സ്റ്റൈലിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പേഴ്സണൽ സ്റ്റൈൽ. ഇനി ലാസ്റ്റ് പേഴ്സണൽ സ്റ്റൈലെന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മുടെ നോർമൽ കൊളോക്കൽ ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കാം. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നെയിമും സിഗ്നേച്ചറും. ഓക്കെ, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. വൈ ഡസ് ഡോക്ടർ കലാം സേ ദാറ്റ് നോ യൂത്ത് നീഡ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ? കാരണം the youth can achieve whatever they wish in their life if they have confidence and if they are ready to do hard work. Dr. Kalam says that the ignited minds of the youth is the most powerful resource on the earth. Then, what is the mission of Shastrayan? എന്തായിരുന്നു ശാസ്ത്രയാൻ്റെ മിഷൻ? The mission of Shastrayan was a preparation of about 2,000 students from different schools to be engineers, doctors, scientists and qualified engineers and civil servants. ഈ മെയിനായിട്ടും ഈ പറയുന്ന 5 ജോലികളാണ്. ബാക്കിയുള്ള ജോലികൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഈ പറയുന്ന 5 ജോലികളാണ് മെയിൻ പില്ലേഴ്സ് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ഇനി ഡോക്ടർ കലാംസ് ടോക്ക് was on the topic Science Empowers the Nation. How do science empowers the nation? ആൻസർ പറയുന്നത് സയൻസിന് നമുക്ക് ഒരുപാട് വണ്ടേഴ്സ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. The development of the science leads to technological advancement and eventually to invention. Every sectors including agriculture, telecommunication, medical, education, etc. will be benefited by it. Then the lot of people will be എല്ലാം ഒരുപാട് പേർക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും അല്ലേ? Then why couldn't the boy gather confidence? കാരണം he did not get it through his education all these years. നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് എന്തൊക്കെയോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരു പച്ചയായ മനുഷ്യനാവണമെന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ വൺ ഓഫ് ദി പ്രൈമറി തിങ്സ് എഡ്യൂക്കേഷൻ ഷുഡ് ഡു ഇസ് ടു prepare the student to be confident. The failure of the boy to gain confidence can be seen as a failure of the educational system and the teachers. Alle ini if you were there, would you dare to ask Dr. Kalam a question? Yes, തീർച്ചയായും ചോദിക്കും. Why was the boy's concern? The boy wanted to be a marine engineer. He wanted to travel in a ship. He wanted to be the captain of the ship. He wanted to build the engine of the ship. He wanted to know if
he would be able to do all these things, and what all are the things he should do in order to achieve his dreams. Okay. Why did the audience look at Dr. Kalam when the boy completed the question? The audience was eager to hear Dr. Kalam's reply to the question of the innocent village boy. Okay, why does Dr. Kalam value the boy's question? The Kalam valued the boy's question because it was the most difficult question from the millions and millions of students he have received yet now. The boy was echoing the fear of many students. Okay. ചിലപ്പം ചില 1 മാർക്കിന് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ആർ യു കോൺഫിഡൻറ്റ് ഇനഫ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ഓർ എക്സ്പ്രസ് യുവർ വ്യൂ ഇൻ പബ്ലിക്? അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എഴുതാം, യെസ് ഐ ആം റെഡി. ചുമ്മാ നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻ കൊണ്ടുവരേണ്ട, യെസ് ഐ ആം റെഡി എന്നങ്ങ് എഴുതുക, യെസ് ഐ ആം കോൺഫിഡൻറ്റ് ഇൻ ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു തിങ്ക് ദാറ്റ് യു ക്യാൻ attain your goal? By through regular hard work and concentration, everything it matters. What you feel good, അത് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. സോ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത് ആൻഡ് സമ്മറി. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.